നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് മദ്യശൂലമാണ്. ബന്ധുജനനാശവും സ്വജന വിരോധവും അപമാനവും മനക്ലേശവും ഒക്കെ ഇതുമൂലം ഉണ്ടായേക്കാം. ദേവത വിഷ്ണുവാണ്. ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ് ലഭിക്കുക. അതായത് മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹാശിസുകൾ ലഭിക്കുമെന്നർത്ഥം. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ ഈ വിഷുവർഷത്തിലെ നക്ഷത്ര ഫലത്തെ നോക്കാം. പുണർന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദാനശീലരും സുഖവും സഹനശക്തിയും ഉള്ളവരാണ്. കുടുംബത്തിൽ നിന്ന് അകന്നു താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾ കീർത്തി നേടുന്നവരാണ്. പുണ്യകർമ്മങ്ങളിൽ താല്പര്യവും നല്ല ചിത്തവൃത്തിയോടും ധർമ്മദൃഷ്ടിയോടും ഉള്ളവരാണ്. 8 വയസ്സുവരെയുള്ളവർക്ക് സൗഭാഗ്യ കാലഘട്ടമാണ്. 8 വയസ്സ് മുതൽ 27 വയസ്സുവരെ മാതാപിതാക്കൾക്ക് ദുരിത കാലഘട്ടവുമാണ്. അതേപോലെ തന്നെ 27 വയസ്സിന് ശേഷം 44 വയസ്സുവരെ ഏകദേശം എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. 44 മുതൽ 50 വയസ്സുവരെയുള്ള കാലഘട്ടം കഠിനമായിട്ടുള്ള ശത്രുഭയം, ബന്ധുനാശം, വയറ്റിലോ കണ്ണിലോ രോഗം, മരണമോ തുല്യമോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടാകാം. 50 വയസ്സിന് മുകളിൽ 70 വയസ്സുവരെയുള്ളവർക്ക് സൗഖ്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ പുതിയ ഗ്രഹനിർമ്മാണത്തിനുള്ള സാധ്യതകളുമുണ്ട്. പുണർന്ന നക്ഷത്രം മിഥുനം, കർക്കിടകം രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. പുണർന്ന നക്ഷത്രം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12ലും ജന്മരാശിയിലും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തി കഠിനമാകുന്നതാണ്. ആത്മവിശ്വാസം കുറയാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എതിർപ്പുകളെയൊക്കെ പ്രതിരോധിക്കാൻ വിഷമിക്കുന്നതാണ്. മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് വ്യാഴം ജന്മരാശിയിലും 2ാം ഇടത്തിലും മാറി മാറി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രയത്നങ്ങളൊന്നും തന്നെ പാഴാകില്ല. സ്വപ്നങ്ങളിൽ ചിലതെങ്കിലും സഫലമാകുന്നതാണ്. എന്നാൽ മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് കണ്ടകശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗം ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ആഗ്രഹിക്കാത്ത സ്ഥലം മാറ്റം ഉണ്ടാകാം. കർക്കിടകൂറുകാർക്ക് അഷ്ടമരാഹു ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അകാരണമായിട്ടുള്ള ഭയം സൃഷ്ടിക്കാനും ഇടയുണ്ട്. ആദർശത്തിൽ ഉയർത്തി നിൽക്കുക ദുഷ്കരമായിരിക്കാം. പൊതുവെ പുണർന്ന നാളുകാർ സ്ഥിരോത്സാഹം, മിതവ്യയം, ക്ഷമാശീലം, ആരോഗ്യ പരിപാലനം എന്നിവ പുലർത്തേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.